അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം, അല്ലാതെ മരിച്ച ആളെ പറ്റി ഇങ്ങനെയല്ല പറയേണ്ടതെന്നാ. എടാ ഇതിൻ്റെ കുറേ ആൾ പറയുന്ന കേട്ടിട്ട് മാർപ്പാപ്പനെ ഞാൻ എന്തോ ഇതാക്കി അവഹേളിച്ചെന്നും പറഞ്ഞിട്ട്. എനിക്ക് ചങ്ങായിനെ അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അയാളെക്കുറിച്ച് അറിയുന്നത് അന്നാണ്. എനിക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആരോ വന്നിട്ട് എന്താ പറഞ്ഞ RIP ഫ്രാൻസിസ് പോപ്പ് എന്ന് പറഞ്ഞാരോ, ഫ്രാൻസിസ് പോപ്പ്. അപ്പം ഞാൻ വിളിച്ച് പോപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചാൽ എന്തോ പോപ്പ് സിംഗർ അങ്ങനെ എന്തോ, അത് പോപ്പ് പോയിട്ട് വന്നപ്പെട്ട എന്തെങ്കിലും ആണ്. അപ്പം ഞാൻ വിളിച്ച് സിംഗറാണോ എന്ന് ഞാൻ ചോദിച്ചു. വേറെ ഞാൻ പറഞ്ഞില്ലേ അതിനെന്താ ഇത്ര ഇതുള്ളത്, അതിലെന്താ ഇത്ര എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ഈ ട്രോളൻ ഇവനല്ല ആരാ ഇതില് കൊണയടിക്കാൻ വരുന്നത്? ഇവനല്ല ആരാ? ഇവന്റെ കഥകൾ മറന്നാ, ഇവൻ തന്നെ മറന്ന. അവിടെ നിന്റെ കഥ നീ മറന്നു. നീ കരഞ്ഞ ഓർമ്മ ഉണ്ടാടാ ലൈവിൽ എന്നെ വിളിച്ചിട്ട്? നായിന്റെ മോനെ, നാണമില്ലാത്തവനെ, നീ ലൈവിൽ എന്നെ വിളിച്ച് കരഞ്ഞ ഓർമ്മ ഉണ്ടാ നിക്ക്? നാറി നാണമില്ലാണ്ട് പാതിരാത്രി ഏതോ 18ാമത്തെ പെണ്ണിനെ ഇതാക്കാൻ ഇറങ്ങിയിട്ടല്ല? ഇവനല്ലാതെ തമിഴ്നാട്ടിൽ പോയിട്ട് ഒളിച്ചെന്ന് ഇവനല്ലാതെ? പോക്സോ പട്ടി ഇവൻ വന്നിട്ട് നമ്മക്ക് ഇട്ടുണ്ടാക്കാൻ നിൽക്കുന്ന. അവൻ നമ്മ ചെയ്ത ഒരു കാര്യത്തിനാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു കാര്യത്തിന് ട്രോളൻ ഇവനെല്ലാം ഇപ്പം ഉണ്ട് ഫീൽഡിൽ. ഞാൻ വിചാരിച്ച അന്നല്ലേ ഇവൻ സൂയിസൈഡ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചേ. ഈ നായിന്റെ മോനല്ലോ. എടാ ഇവനെല്ലാം മരിച്ചുകൂടാ നിൽക്കല്ലോ, പോയിട്ട് മരിക്കടാ പോയിട്ട്. അങ്ങനത്തെ ഇതല്ലടാ നീ എല്ലാം ചെയ്തത്. അയ്യേ വാനിസ് മോഡ് വിട്ടിട്ട് ഇവന്റെ കഥ കുത്തിപ്പൊക്കടാ, ഇവന്റെ പഴയ കഥ കുത്തിപ്പൊക്കടാ. തമിഴ്നാട്ടിൽ പോയിരുന്നു വിളിച്ച് രാത്രി മോങ്ങിയ പട്ടിയാണ്. ഏതോ ചെറിയ പെണ്ണിനെ വാനിസ് മോഡ് ഇട്ടിട്ട് മറ്റേ സെക്സ്റ്റേറ്റ് ചെയ്ത മാറിയാന്ന് ഇവൻ. എന്നിട്ട് ഇപ്പം വന്നിട്ട് അതിന് ഇല്ലാത്ത ഇതിന് വേറെ എന്തെങ്കിലും കേസ് വന്നിട്ട് നോക്കി. ഉള്ള കേസ് എൻ്റെ മറ്റേ തോക്കിന്റെ കേസ് വന്നല്ലോ, മറ്റേ ഇതിന്റെ കേസും വേറെ എന്തെല്ലോ കേസ് വന്നല്ലോ. അതിനൊന്നും ഇവൻ ഒരക്ഷരം വേണ്ടിയിട്ടല്ലോ കുണ്ണത്താവളി. എന്നിട്ട് ഇപ്പൊ കൊണയടിക്കാൻ വന്നിന്. അല്ല ആരാ തൊപ്പി ആ ലൈവിൽ നൂഡിൽസ് പാൻറ്റിന്റെ ഉള്ളിലിട്ട് നാട്ടുകാരെ തെറി വിളിച്ചും ഫേമസ് ആയിരുന്നു. അതിന് നിനക്കെന്താടാ മാറി? അതിന് നിനക്കെന്താ? അതെന്റെ ബുദ്ധി. ഞാൻ നൂഡിൽസ് ചെയ്തിട്ടിട്ടും ഞാൻ തെറി വിളിച്ചിട്ടും ഞാൻ ഇതാക്കി. ഓക്കെ, എൻ്റെ സ്ട്രാറ്റജി അത്. ഞാൻ അങ്ങനെ ഒരു സാധനം വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു. നീ എന്ത് ചെയ്യുന്നു അവിടെ ഇരുന്നിട്ട്? നീ എന്തോ നീ പോക്സോ 12:30 മണിക്ക് കൊച്ചു പെമ്പിള്ളേരെ വിളിച്ച് കുണ്ണ കാണിച്ചു കൊടുക്കുന്ന മൈരല്ലാടാ നീ ഇവിടെ ഇരുന്ന് ആയിരങ്ങളോ. ഇതുണ്ട് നിനക്കെതിരെ മിസ്റ്റർ ട്രോൾ ഇട്ട സ്റ്റോറി. ഇവൻ തന്നെ ഇവന്റെ വാനിഷ് മോഡ് കഥ പറഞ്ഞ എല്ലാരും ഊക്കിയപ്പോ പറഞ്ഞ ഒരാളുടെ പാസ്റ്റ് വെച്ച് ഒരാളെ ജീവിതകാലം മുഴുവൻ പറയരുതെന്ന്. കാര്യമല്ലോ, ഡാഡ് ഡിസോർഡർ ആണോ ഇവന്? ഇവൻ തന്നെയല്ലേ പാസ്റ്റ് വെച്ച് ഒരാളെ പറയാൻ പറ്റില്ല. എന്താ ഇവനെ ഗതിന് നായിൻ്റെ ഇവനെന്താ എഴുതി വെച്ച്? എനിക്ക് പാസ്റ്റിൽ അത് പറയുന്നതിന് എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ അങ്ങനെ കരുതി കൂട്ടി ഞാനതെല്ലാം ചെയ്തു. ശരി തന്നെ. ഞാനത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയായി തോന്നിയപ്പോൾ ഞാൻ അത് മതിയായി, ഞാൻ നന്നായി, അത്രേ ഉള്ളൂ. അതിൽ എനിക്കൊരു ഇതുമില്ല. അതിന് പാസ്റ്റ് മുമ്പാൻ എന്തിനുമല്ലോ.